മഴയത്ത് എന്തൊക്കെയാണ് എല്ലാവരും കുറിക്കാൻ? പരിപ്പ് വട പ്രസംഗിക്കല്ലേ ശരിയാവൂ നോക്കട്ടെ. കടയിൽ കിട്ടുന്ന ഉള്ളിവട ഇതിന്റെ 3 ഇരട്ടിയുണ്ട്. വലുതാ. ഉള്ളിവട റെഡിയായി. കട്ടൻ കാപ്പിയും റെഡി ആയിട്ടുണ്ട്. സ്തുതി പറയണതല്ല, എല്ലാവരും മഴ പെയ്യുമ്പോ ഇതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാം. നല്ല മഴയുള്ള സമയത്തെ നമുക്കൊന്ന് ചറപറ കുറിക്കാന്നോർത്ത് കഴിക്കാന്നോർത്ത് ഞാൻ നേരത്തെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഉള്ളിവട എന്ന് പറയാൻ സവോളയാട്ടോ അരിഞ്ഞു വെച്ചേക്കണേ. സവോള കൊണ്ട് ഒരു 3-4 വട ഉണ്ടാക്കാന്ന് കരുതി. ഞാൻ ആകെ ഒരുവിധം മുഴുത്ത സവോളയായിരുന്നു. 3 സവോളയാട്ടോ എടുത്തിട്ടുള്ളൂ. സവോള എടുത്തേച്ച് ഞാൻ ഉപ്പ് പുരട്ടി വെച്ചേച്ച് അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ അതിന്റെ ശൂര് കൊണ്ട് ഭയങ്കര എരിവായിരിക്കും. അത് കാരണം അത് ഓരെണ്ണം അരിയണ അത് സാരി അതിൽ കിടക്കട്ടെ അല്ലേ, ഏതായാലും വടക്കുള്ളതല്ലേ. അപ്പൊ അത് ഒരു 10 മിനിറ്റ് ആയി. അത് ശൂര് കളഞ്ഞ് പിന്നെ ഇച്ചിരിച്ച് നനവ് വീണ്ടും ഉണ്ട്. അത് ഈ ഇതിന്റെ മാവുകളൊക്കെ ചേർക്കുമ്പോൾ അത് ചേർന്ന് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പൊ ഇതിലേക്ക് ഉപ്പ് പാകത്തിനുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇച്ചിരി വേപ്പില പിച്ചി കീറി നമ്മുടെ രീതിയിൽ നമ്മൾ കീറി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ചേർക്കാം ഇടവിട്ടൊരു എരിവ്. പിന്നെ ഇച്ചിരി മുളക് പൊടി ചേർക്കണം. പിന്നെ 1 സ്പൂൺ വറുത്ത അരിപ്പൊടി കേട്ടോ. വറുത്ത അരിപ്പൊടി എൻ്റെ അളവാട്ടോ ഞാൻ എടുക്കണത്. പൊടികൾ പോരായി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം. ഇത് കടലമാവാട്ടോ. കടലമാവ് അതും നമുക്ക് 1 സ്പൂൺ എടുക്കാം. കടലമാവ് എന്തായാലും ഇതിന് വരൂലോ, വേണമല്ലോ. 1 സ്പൂൺ തൽക്കാലം ഇരിക്കട്ടെ. പിന്നെ ഇതുപോലെ തന്നെ ഈ സ്പൂണിന് 1 സ്പൂൺ മൈദ എടുക്കാം കേട്ടോ. മൈദ വേണോ അല്ലേ? മൈദ എടുക്കാം. പശ പോലെ മൊത്തം ഒന്ന് മിക്സ് ആവാനേ. ഇത് ഉരുട്ടമ്പ വെറുതെ ഇങ്ങനെ പിച്ചി ഇടുവാൻ ചെയ്യാം. പിച്ചി ഇട്ട് നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുപ്പത്തിലെ. പണ്ട് നീ സ്കൂളിലോട്ട് വരുമ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ. പിച്ചി ഇട്ട ഐറ്റംസ് ഇത് നമുക്ക് ഉരുട്ടി തന്നെ എടുക്കാം. പരിപ്പുവട പോലെ ചെയ്യാം. അങ്ങനെയാ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വെള്ളം സൂക്ഷിച്ചെടുക്കണം. വെള്ളം ഒഴിക്കണില്ല. ഇല്ല അല്ലേ? ഇതിന്റെ തന്നെ വെള്ളം വരുന്നേ. അപ്പൊ കുഴപ്പമില്ല. ഇതിന്റെ വെള്ളം ഉണ്ട് നനയാണ്ട്. അപ്പൊ അത് മതി. അതെന്നാന്ന് വെച്ചാൽ ഉപ്പ് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞിങ്ങനെ വന്നോളൂല്ലോ സവോള. ഇച്ചിരി ഞാൻ പിഴിഞ്ഞ് കളഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നല്ല രസമായിരിക്കും. ഒരു വെറൈറ്റി. നടുക്കൊരു ഹോൾ ഇട്ടിട്ടുണ്ടാക്കി നോക്കട്ടെ. ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കും. സക്സസ് ആവുകയാണെങ്കിൽ മറ്റതൊക്കെ ചെയ്യാം. ആണെങ്കിൽ ചെയ്യാം. ഇത് മതിയെന്ന് തോന്നണ പൊടിയില്ലേ? ഇട്ട പൊടി മതിയെന്ന് തോന്നുന്നു. ഞാനൊന്ന് ഉരുട്ടി നോക്കട്ടെ കേട്ടോ. അങ്ങനെ പറയാൻ പറ്റൂല. മതിയെന്ന് അങ്ങനെ തീർച്ച പറയാൻ പറ്റൂല. ഇതങ്ങനെ ഉണ്ടാക്കണ ഐറ്റം അല്ല. അതുകൊണ്ട് നോക്കട്ടെ. പോരായി ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. നോക്കട്ടെ കേട്ടോ. ഇച്ചിരി മുളക് പൊടി ചേർക്കണം. ഉപ്പ് നോക്കിയതാ. ഉപ്പുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്തോ. നോക്കട്ടെ കേട്ടോ. ഇത് മതി. വെള്ളം ഇത് മതിയല്ലേ? മതി. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കാം. മുളക് മുഴുവനും കൂടെ ഒരെണ്ണത്തിലേക്ക് ആവാൻ പാടില്ല. മതി. നമുക്ക് പൊടികളും കൂടെ ചേർത്തേച്ച് ശരിയാക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി കേട്ടോ. ഇച്ചിരി കളറൊക്കെ ഇരിക്കട്ടെ. ഞാൻ എരിവ് മുളക് പൊടി അല്ലാട്ടോ ചേർക്കണം. പിരിയന ചേർക്കണം. പിരിയമുളക് പൊടി. അത് മതി. കളർ നല്ല ഒന്നാന്തരം പിരിയമുളക് പൊടിയാ. ഇതുപോരെ? മതി. ഇപ്പൊ നല്ല കളർ കിട്ടി. ഈ പിരിയമുളക് പൊടിക്ക് എരിവും ഉണ്ട്, കളറും ഉണ്ട്, കൊഴുപ്പും ഉണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. നല്ല മുളക് പൊടിയാണ്. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മഴയത്ത് എന്തൊക്കെയാണ് എല്ലാവരും കുറിക്കാൻ? പരിപ്പ് വട, ഉഴുന്നുവട, ബജി, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ മഴയത്ത് നല്ലതാണ്. ഒരു കാര്യമുണ്ട്, ചെറുപ്പക്കാർക്ക് കുഴപ്പമില്ല. ഞങ്ങളെപ്പോലെ പ്രായമായവർക്ക് അധികം എണ്ണപ്പലഹാരം ശരീരത്തിന് നല്ലതല്ല. വില എത്രയാ? ഇവിടെ ചോദിച്ചാൽ കൃത്യം പറയും. ഓണാകുമ്പോൾ ഏതാണ്ട് അടുത്ത് വരും. തേങ്ങ ഉള്ളത് കൊണ്ട് അതിൻ്റെ വില അറിയണില്ല. പുറത്തെ വില തേങ്ങ ചിരണ്ടി നമ്മളെ പൊതിച്ച് ചിരണ്ടി എടുക്കണ കാരണം അത് മാത്രം നമുക്കറിയില്ല. അപ്പം നമുക്ക് ഓരോന്ന് ഉരുട്ടി നോക്കിയാലോ? ഉരുട്ടി അതിലേക്ക് ഇടാം. എണ്ണ ഒഴിച്ചിടാം. ഇപ്പൊ എണ്ണ പലഹാരങ്ങളൊക്കെ എല്ലാവരും കുറച്ചെന്ന് തോന്നുന്നു. ഈ തേങ്ങയുടെ വില അല്ല, എണ്ണയുടെ വില. പിന്നെ അത് തന്നെയല്ല, ഞാൻ പറഞ്ഞില്ല, ഹെൽത്തിന് അത്ര നല്ലതല്ല. ഇത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് കഴിച്ചെന്നോർത്ത് കുഴപ്പമില്ല. ഒട്ടും ഹെൽത്തിന് നല്ലതല്ല എണ്ണ പലഹാരം.
പിന്നെ ഈ പറഞ്ഞ പോലെ തണുപ്പത്ത് ഇതുമൊക്കെ ഇടയ്ക്കൊന്ന് നല്ലതാണ്, നമുക്കൊരു ചേഞ്ച്. ഇച്ചിരി കൂടെ എടുക്കാം. നമ്മൾ ഉരുട്ടിയെടുക്കാം കേട്ടോ. മുളക് എല്ലാത്തിലും കൂടെ വരരുത്, വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് കംപ്ലീറ്റ് മുളക് പൊടി പോലെ ഇരിക്കും. അത്രയൊന്നും ഇരിക്കൂല. ഞാൻ ഒരു മുളക് എടുത്തിട്ടുള്ളൂ. ഞാൻ ചെറുതാക്കിയാട്ടോ ഉണ്ടാക്കണത്, കാരണം 3 സവോള എടുത്തിട്ടുള്ളൂ. അപ്പം അതിൻ്റെ രീതിയിൽ ഞാൻ ചെയ്യണുള്ളൂ. കൊച്ചു വിരൽ കൊണ്ട് ഹോളിട്ടാൽ മതി. ഓ അമ്മ സ്പൂണ് കൊണ്ടൊക്കെ നോക്കട്ടെ, ഈ പ്രസംഗിക്കല്ലേ ശരിയാവുമെന്ന് നോക്കട്ടെ. എന്നിട്ട് കൈ കൊണ്ട് ആടിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല. കയ്യിൽ മുഴുവൻ ഇത് പിടിച്ചിരിക്കും. ഒന്നാമത് അഞ്ഞി ചൂടാവട്ടെ, എന്നേരം ഇടാട്ടോ. ചൂടാവട്ടെ, തെറിക്കുവേ. അടച്ചു വയ്ക്കാം. കാണിച്ചോണ്ടിരുന്ന ഇതിലേക്ക് പോവില്ല. വേഗം ഇട്ടോ, കുഴപ്പമില്ല. ഹോൾ അത്രയും മതി. അത് മതി. വേഗം വേഗം ഉരുട്ടിയിടണം, അല്ലെങ്കിൽ പല വേവായി പോവും. അതെ 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 അതെ. മറിക്കാറായില്ല ഞാൻ തോന്നുന്നത്. അല്ല കുഴപ്പമില്ല, കുഴപ്പമില്ല. അവിടെ നിന്ന് ഹോളിടണ കാണിക്കാം. ഞാൻ ചെറുതാക്കിയാണ് ഉണ്ടാക്കണത്, കാരണം എണ്ണയിലേക്ക് പാകത്തിന് ഇടാൻ പാകത്തിന്. ഇങ്ങനെ അങ്ങ് പരത്തി വെച്ച് കൈകൊണ്ടിട്ടാൽ ചിലപ്പോൾ ഇച്ചിരി ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണേ കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡും അന്നേരം ഒന്ന് ശ്രദ്ധിക്കണം. ബാക്കിലേക്ക് പോകാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു, വേറെ ഒന്നിനും അല്ലതേ. വിട്ടു പോരാതെ നോക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാനങ്ങനെ എപ്പോഴും ഉണ്ടാക്കണ ഒരാളല്ല ഇത്. ഇനി ഇടുക കേട്ടോ. നമുക്കങ്ങ് നീക്കാം. ഇതങ്ങ് നീക്കിയുണ്ട്, ഇപ്പം മറ്റേതായിക്കോളും. ഇനി ഇത് മറിക്കാം. ഇത് 2 മറിച്ചു കൂട്ടോ. ഇത് 3-മത്തെയാണ്. ഇത് കോരാറായിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇല്ല. ഇനി ഇത് കോരി വെച്ച് നമുക്ക് ശാസ്ത്രീയമായിട്ട് മറ്റേതും കൂടെ ചെയ്ത് കൂട്ടിയിടാം. ദേവറിന് ഞാൻ കോരി ആദ്യം ഇട്ടത് കോരി. ചെറുതാട്ടോ, വളരെ ചെറുതാ. ഇത് കടയിൽ കിട്ടണ ഉള്ളിവട പോലെ ഉണ്ടല്ലോ. കടയിൽ കിട്ടുന്ന ഉള്ളിവട ഇതിന്റെ 3 ഇരട്ടിയുണ്ട്. വലുതാ. വലുതാ. നമ്മള് ചെറുതങ്ങ് ആക്കിന്നുള്ളൂ കേട്ടോ. ആഹാ അയ്യോ അടിപൊളി. ഒരെണ്ണം ഇച്ചിരി തീരെ കുഞ്ഞനായി പോയല്ലോ. അവന് അത്രേ പറ്റുള്ളൂ. അതല്ല, അത് എടുത്തപ്പോ അവനിൽ നിന്ന് ഒരെണ്ണം വിട്ടുപോകും. അതല്ല, എടുത്തപ്പോ അത് ചെറുതായിപ്പോയി. അത് മാവ് ഉരുട്ടിയപ്പോ. ഇനി ഒരെണ്ണം അതുപോലെ കുഞ്ഞൻ വരുന്നേ. അവൻ തീരെ കുഞ്ഞനാ. അതും ഇതും കൂടെ ചേർന്നാ വലുതായന, ബിഗ് ആയന അല്ലേ? ഇവിടെ അങ്ങനെ നമ്മുടെ കുട്ടി കുട്ടി സവോള വട അല്ലെങ്കിൽ ഉള്ളിവട റെഡിയായി. കട്ടൻ കാപ്പിയും റെഡി ആയിട്ടുണ്ട്. നല്ല സന്നൻ ഉള്ളിവടയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, ഷേപ്പ്ലെസ് ആണ്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് കഴിച്ചിട്ട് ഓരോരുത്തരുടെ അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒരെണ്ണത്തിന് ഹോൾ ഉണ്ടാക്കാൻ പറ്റിയില്ല, കാരണം അവിടെ സവോളയുടെ ഒരെണ്ണം അരിഞ്ഞ് അറ്റത്ത് ഇത് ഇരുന്ന സംഭവം അതിലേക്ക് ഇരുന്നത് കൊണ്ട് നൈസ് അല്ലായിരുന്നു, കട്ടിയിലുള്ള. അപ്പം അത് തുളച്ചപ്പോൾ ഇങ്ങനെ വിട്ടു പോകുന്നത് കാരണം ഞാനത് അങ്ങ് ഹോളങ്ങി അടച്ചു. ഇവിടെ ഇങ്ങനെ തണ്ടിരിപ്പുണ്ട് അതിൻ്റെ. അതുകൊണ്ട് അങ്ങനെ. മറ്റതെല്ലാം സ്പൂൺ കൊണ്ട് ചെറിയൊരു ഹോള് പോലെ ആക്കിയിട്ടുണ്ട്. ഷേപ്പൊന്നും ഇല്ലാട്ടോ, അത് ഞാൻ നേരത്തെ അഡ്വാൻസ് പറഞ്ഞു. അപ്പം ഇനി ടേസ്റ്റ് ചെയ്യുമ്പോൾ പറയാം. ഓക്കെ. നിറഞ്ഞു. കപ്പയ്ക്ക് കേട്ടണില്ല. അപ്പം കപ്പയ്ക്ക് വേറെ സാദാ കാപ്പി. അപ്പം നമുക്ക് ചൂട് ഉള്ളിവടയും. ഇത് മുഴുവനും ഞാനല്ല കേട്ടോ കഴിക്കണേ, ഞാൻ ഡിസ്പ്ലേക്ക് വെച്ചത് അവിടെ. അതെ, ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചതാണ്. കൂടെ പഴവും. പഴത്തിന്റെ പ്രതിബിംബം മാത്രമേ ഉള്ളൂ. അതെ, ആകെ അത്രയാ ഉണ്ടാക്കിയത്. നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം എല്ലാവർക്കും കഴിക്കാനുള്ളതാണ്. ചെറുതാണ്. ഞാൻ പറഞ്ഞില്ലേ, എണ്ണപ്പലഹാരം. അതെ അതെ, അത്ര ഇതല്ലാന്ന്, അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. ഞാൻ കയ്യിലിരിക്കുന്ന ആ ഹോളില്ലാത്തത്. ഹോളില്ലാത്തതാണ് അമ്മ കഴിക്കുന്നത്. സ്തുതി പറയണതല്ല, നല്ല രുചിയുണ്ട്. നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്നതിലും ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഒരു പക്ഷേ ഇഞ്ചിയും ആ പിരിയമുളക് പൊടിയും ഒരു പച്ചമുളക് ചേർത്തോളൂ, അത്രയല്ലേ ഉണ്ടാക്കിയുള്ളൂ നമ്മൾ. അതിൻ്റെ എല്ലാം കറിവേപ്പിലയുടെ എല്ലാം സ്വാദ് വന്നിട്ടുണ്ട്. പിന്നെ കടലമാവ്, മൈദപ്പൊടി, അരിപ്പൊടി, ഇത്രയും 3 മിക്സ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഈക്വൽ അളവിലാണ് ചേർത്തേക്കണേ. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കൊണ്ടാണോ എന്നറിയില്ല, വെരി ടേസ്റ്റി. ഇനി നമുക്ക്
നീ ടേസ്റ്റ് ചെയ്തൊക്കെ അപ്പുറത്തുണ്ട് അപ്പയ്ക്കും കൊടുത്തിട്ട് ചോദിക്കുക. അപ്പയ്ക്ക് ഞാൻ അന്നേരത്തേക്ക് മറ്റേ ബ്രൂ തകർത്തട്ടെ കേട്ടോ. നീ ടേസ്റ്റ് ചെയ്തോ, ഞാൻ അവിടെ പോയി അവിടെ തകർത്തിക്കൊണ്ട് വരട്ടെ, എന്നിട്ട് കൊടുക്കാം അപ്പയ്ക്ക്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലതാ, വളരെ നല്ലതാ, നന്നായിട്ടുണ്ട്. നോക്കട്ടെ, മുളക് മാറ്റിത്തരാം. കടിച്ചോ. നല്ല രസമുണ്ട്. നല്ലതാ, ഇഞ്ചിയുടെയൊക്കെ നല്ല സ്വാദുണ്ട്. അങ്ങ് തിന്നോ, എനിക്ക് മതിയതാ. നല്ലതാ, ഞാൻ കാപ്പി വെച്ചേക്കോതാ. ഞാൻ അതിന്റെ സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ കഴിക്കണേ. ആദ്യം കട്ടൻ കാപ്പി. ഇറ്റ്സ് നൈസ്. പുറത്ത് മഴ പെയ്യുമ്പോ പിന്നെ നമ്മൾ അങ്ങനെയൊക്കെയല്ലേ കഴിക്കണ്ടേ അല്ലേ? പിന്നെ നമ്മുടെ ഉള്ളിവട, ക്രിസ്പി ചൂട് ഉള്ളിവട. റിയലി യമ്മി. നല്ല രസമുണ്ട് കേട്ടോ. ഇഞ്ചിയൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് കഴിക്കുമ്പോൾ. അധികം എരിവില്ല, നന്നായി. എനിക്കധികം എരിവ് ഇഷ്ടമല്ല. നല്ല രസമുണ്ട്. എല്ലാവരും മഴ പെയ്യുമ്പോൾ ഇതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാം. നല്ലതായിട്ട് ചൂടുള്ള ഉള്ളിവടയും ചൂടുള്ള കട്ടൻ കാപ്പിയും കുടിക്കുമ്പോൾ തന്നെ മഴയത്ത് നമുക്ക് ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ ഒരു സുഖവും അല്ലേ? അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. കൊള്ളാം കേട്ടോ. ഉള്ളിവട ഇല്ലാത്ത എന്ത് മഴക്കാലം. കാപ്പി അപ്പയ്ക്ക് കൊടുക്കട്ടെ ആദ്യം. ദേ ഉള്ളിവട, നല്ല രുചിയുണ്ട്, നോക്കിക്കേ. കടയിൽ കിട്ടണ പോലത്തെ ഉള്ളിവട. കാപ്പി ഇപ്പൊ തരാം. കാപ്പി അല്ല, താത്തിക്കെന്ന് പറഞ്ഞു. കാപ്പി വെച്ചിട്ടുണ്ടോ? നല്ല രുചിയുണ്ടല്ലോ. അത് 2 എടുക്കാൻ പറയാം. 2 എടുത്തോ. എനിക്ക് വേണ്ട, ഞാൻ ഒരെണ്ണം എണ്ണയായതുകൊണ്ടേ. നല്ല രുചിയുണ്ട്, 2 കൂടി എടുത്തു. കൊള്ളാം അല്ലേ?